അടുത്തത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇൻഫെക്റ്റീവ് എൻഡോകാർഡൈറ്റിസ് കോസ് ചെയ്യുന്ന ഓർഗാനിസത്തിനെ പറ്റിയാണ്. മോസ്റ്റ് കോമൺ ഓവറോൾ ഓർഗാനിസം സ്റ്റാഫ് ഓറിയസ് ആണ്. റൈറ്റ് സൈഡഡ് IV ഡ്രഗ് യൂസേഴ്സിൽ മോസ്റ്റ് കോമൺ ഓർഗാനിസം സ്റ്റാഫ് ഓറിയസ് ആണ്. പിന്നെ പ്രോസ്തറ്റിക് വാൽവ് എൻഡോകാർഡൈറ്റിസ് ലെസ് ദാൻ 12 months ആഫ്റ്റർ സർജറി ആണെങ്കിൽ കോൺസ് ആയിരിക്കും. വാഗ്ലേസ് നെവറ്റിക്സ് സ്റ്റെഫിലോകോക്കി ആയിരിക്കും കോസ് ചെയ്യുന്നത്. മോർ ദാൻ 12 months ആണെങ്കിൽ സ്ട്രെപ്റ്റോകോക്കി ആയിരിക്കും. സബ് ഇൻഫെക്റ്റീവ് എൻഡോകാർഡൈറ്റിസ് കോസ് ചെയ്യുന്നത് മോസ്റ്റ് കോമൺ ഓർഗാനിസംസ് സ്ട്രെപ് വിറിഡൻസ്, എൻഡറോകോക്കെ, കോൺസ്, ഹാക്കക്ക് ഓർഗാനിസംസ്. അടുത്തായി ഡിസ്കസ് ചെയ്യുന്നത് ഡൂക്സ് ക്രൈറ്റീരിയ ആണ്. ഇൻഫെക്റ്റീവ് എൻഡോകാർഡൈറ്റിസിലെ ക്ലാസിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട്, തിരിച്ചറിയാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ക്രൈറ്റീരിയ ആണ് ഡൂക്സ് ക്രൈറ്റീരിയ. അത് മേജർ ക്രൈറ്റീരിയയും മൈനർ ക്രൈറ്റീരിയ ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. മേജർ ക്രൈറ്റീരിയയിൽ എക്കോ സ്കാനാണ് വരുന്നത്. എക്കോയിൽ നമുക്ക് വെജിറ്റേഷൻസ് കാണുമെങ്കിൽ അതൊരു മേജർ ക്രൈറ്റീരിയ ആണ്. പിന്നെ രണ്ടാമത്തെ മേജർ ക്രൈറ്റീരിയ വരുന്നത് ബ്ലഡ് കൾച്ചറാണ്. ബ്ലഡ് കൾച്ചർ എടുക്കുമ്പോൾ 3 sets of 2 bottle at interval of hour. ഓക്കെ, അപ്പം ബ്ലഡ് കൾച്ചർ 3 sets of 2 bottles വേണം ഒരു 1 hour ഇൻ്റർവെല്ലിൽ. അപ്പോൾ അത് നമ്മൾ കൾച്ചർ ചെയ്തിട്ട് നമുക്ക് 2 positive ബ്ലഡ് കൾച്ചർ ഫോർ എനി ഇൻഫെക്ഷൻസ് ആണെങ്കിൽ നമുക്ക് 2 positive ബ്ലഡ് കൾച്ചർ ഉണ്ടെങ്കിൽ നമുക്ക് പറയാം ഇൻഫെക്ഷൻ ഉണ്ടെന്ന്. അല്ലെങ്കിൽ 1 positive ബ്ലഡ് കൾച്ചർ മതി. കോക്സില്ല ബ്രുന്നറ്റി എന്ന ഓർഗാനിസത്തിനാണെങ്കിൽ നമ്മൾ ഒറ്റ പോസിറ്റീവ് ബ്ലഡ് കൾച്ചർ മതി, നമുക്ക് ഒരു മേജർ ക്രൈറ്റീരിയ ആവും. ഇനി മൈനർ ക്രൈറ്റീരിയാസ് ആണ്. വാസ്കുലാർ ഫിനോമിനൻ ആണ് ഒരു മൈനർ ക്രൈറ്റീരിയ. അത് വരുന്നതാണ് ജാൻവേലേഷൻസ്. പിന്നെ ഇമ്മ്യൂണോളജിക്കൽ ഫിനോമിന ഉണ്ട്. അതിൽ നമ്മൾ ഓർത്ത് വെക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ടൈം രോഗി എന്നാണ്. രോഗിയിൽ R for റോത്ത് സ്പോട്സ്, O for ഓസ്ലർ നോട്ട്സ്, G for GPPSGN, പോസ്റ്റ്രെപ്റ്റോകോപ്പൽ ഗ്ലോമെറുലോനെഫ്രൈറ്റിസ്. അതാണ് G. I ഇമ്മ്യൂണോളജിക്കൽ.